ക്ലാസ്, പ്രീ ഡിഗ്രി, ഡിഗ്രി, PG, അതിൽ തന്നെ കല്യാണം. അപ്പോൾ ഈ മേജർ 5ാമത്തെ അല്ലേ? 6ാമത്തെ. ഡിഗ്രിക്ക് 2 പേരുണ്ടായിരുന്നു. അപ്പോൾ അതെന്നോട് പറഞ്ഞിട്ടില്ല. അല്ല, ഈ മേജറിൻ്റെ കാര്യത്തിൽ ഉറപ്പാണോ? കല്യാണത്തിനെടുത്ത ചോയ്സ് തന്നെയായിരുന്നില്ലേ? എന്നാലും ഈ പറഞ്ഞതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ചോയ്സ് ആയിരുന്നു ജയറാം. അതല്ലേ ലൈഫിൽ മിസ് ചെയ്യുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് അയാളുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചത്. കല്യാണം രജിസ്റ്റർ ചെയ്യുന്ന സമയത്തെ ഈ ഒളിച്ചോടി വന്ന് കെട്ടുന്ന ത്രില്ലിൽ ഞാൻ രാമനെ ഒന്ന് പിച്ചി സന്തോഷം കൊണ്ട്. റാമപ്പോൾ ഷൂസിട്ട കാലുകൊണ്ട് എന്നെ ഒരു ചവിട്ട്, എന്നിട്ടൊരു ചിരി. രജിസ്റ്ററിൽ ഒപ്പിട്ടത് ആ വേദനയോടെ ആയിരുന്നു. അവിടെ തുടങ്ങിയതാണ്. അത്രയും നാൾ അറിയുന്ന ആൾ കല്യാണം കഴിയുമ്പോൾ വേറൊരാളായി മാറുന്നത് ഭയങ്കര സ്കേറിയാണ്. പഠിപ്പും വിവരമൊന്നും ഇതിന് ബാധകമല്ല. PhD ചെയ്യുന്ന ആളാണ്. പക്ഷേ റിസർച്ച് ചെയ്യുന്ന പേപ്പർ ഫെയിലായാൽ ദേഷ്യം തീർക്കുന്നത് എൻ്റെ അടുത്ത് വന്നിട്ടാണ്. തിരിച്ചെന്ത് പറഞ്ഞാലും അടിക്കും. നിക്കീനെ 8 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് അവസാനം അടിച്ചത്. കുട്ടി വയറ്റിലുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും അടി നിർത്താൻ വേണ്ടി ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷേ പിന്നെ അടിച്ചുകൊണ്ടിരുന്നത് നീ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിച്ചിട്ടാ അന്ന് ആ ചാച്ചനെ വിളിച്ചത്. ഞാനിതെല്ലാം മേജറോട് പറഞ്ഞിരുന്നു. മൂപ്പർക്ക് എൻ്റെ പാസ്റ്റൊന്നൊരു വിഷയമല്ലായിരുന്നു. ഒരു കാര്യം മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അതെന്താ? ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നത്. ടീച്ചറെ കരയല്ലേ? ടീച്ചറെ പ്ലീസ് കരയല്ലേ? ടീച്ചറെ, ആരെങ്കിലും കരഞ്ഞാൽ ഞാനും കരയും. കണ്ട കൊള്ളാം. എൻ്റെ ഈശോ, ഇയാൾ കൊള്ളാം. ചെല്ല്. അത് വേണോ? സംസാരിക്കണ്ടേ? അതിന് അത്ര വലിയ പാപമൊന്നുമല്ലല്ലോ. ഒരാളെ ഇഷ്ടമാണെന്നല്ലേ ഉള്ളൂ. അച്ഛാ, ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ വന്നാ. ഇറങ്ങട്ടെ? ശരി. ഈ മേജറിൽ തന്നെ അങ്ങ് ഉറപ്പിച്ചോ കേട്ടോ.